ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. പണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ്, വിശിഷ്ട അതിഥി. സാധാരണ അതിഥികൾ ആതിഥേയരുടെ ഒപ്പം അധികം ദിവസങ്ങൾ ചിലവഴിക്കാറില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവർ തിരിച്ചു പോകും. എന്നാൽ ഈ അതിഥിയെ നമ്മുടെ കൂടെ സ്ഥിരമായി താമസിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 3 ബംഗ്ലാവുകൾ രൂപകൽപ്പന ചെയ്യുന്നു. അതായത് 3 ബാങ്ക് അക്കൗണ്ടുകൾ. ഇതിൽ ആദ്യത്തെ ബംഗ്ലാവ്, അത് ഏറ്റവും ഉയർന്ന പലിശ കിട്ടുന്ന ഒരു SB അക്കൗണ്ട്. ഇവിടെ വരുമാനം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ശമ്പളമാകാം, ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാകാം, കമ്മീഷനാകാം. ഈ ബംഗ്ലാവിലേക്ക് യാതൊരു തരത്തിലുള്ള സന്ദർശകർക്കും പ്രവേശനമില്ല. അത് നിക്ഷേപമായാലും ചിലവുകളായാലും. ഇവിടെ അതിഥി സ്ഥിരമായി താമസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിലവുകൾ നടത്തുക അല്ലെങ്കിൽ നിക്ഷേപം നടത്തുക എന്ന ചോദ്യം ന്യായമായിട്ട് ഉയരാം. അതിന് നമ്മൾ അതിഥിയെ മറ്റു ബംഗ്ലാവുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം അതിഥിയെ തിരികെ ഈ ബംഗ്ലാവിലേക്ക്, 1ാമത്തെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുന്നു. അതിഥി അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നു. ഈ അക്കൗണ്ട് ഒരു ഏറ്റവും ഉയർന്ന പലിശ കിട്ടുന്ന ഒരു SB അക്കൗണ്ട് ആകുന്നതാണ് നല്ലത്. നമ്മുടെ ചെലവുകളെല്ലാം നടത്തിയതിന് ശേഷം, നിക്ഷേപങ്ങളും നടത്തിയതിനു ശേഷം ബാലൻസ് വരുന്ന പൈസയും ഈ അക്കൗണ്ടിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. 2ാമത്തെ ബംഗ്ലാവ്, അത് ഒരു 0 ബാലൻസ് അക്കൗണ്ടാണ്. ഇത് നിക്ഷേപങ്ങൾക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ സേവിങ്സിനും നിക്ഷേപങ്ങൾക്കും മാത്രമുള്ള ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇവിടേക്ക് ആവശ്യമുള്ള നിക്ഷേപങ്ങൾക്കോ സേവിങ്സിനോ ആവശ്യമുള്ള പണം നമ്മൾ 1ാമത്തെ ബംഗ്ലാവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഈ ബംഗ്ലാവിൽ നിന്ന് അവ ചിലവഴിക്കുന്നു. ഇനി 3ാമത്തെ ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു 0 ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ ഇത് ചിലവുകൾക്ക് മാത്രമുള്ള ഒരു അക്കൗണ്ടാണ്. ഇവിടെ നമ്മൾ ആവശ്യമായ പണം ആദ്യത്തെ ബംഗ്ലാവിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ചെലവഴിക്കുന്നു. എങ്ങനെയുണ്ട് ഈ 3 ബംഗ്ലാവുകൾ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അത് ഷെയർ ചെയ്യുക.